ഹലോ, ഗുഡ് മോർണിംഗ് എവരി വൺ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കെമിസ്ട്രിയിലെ അടുത്ത ചാപ്റ്റർ നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ. നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സ് അഥവാ രാസഗതികം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നമുക്കറിയാം നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ കിച്ചൺ മുതൽ നമ്മൾ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻ കണ്ടു തുടങ്ങുകയാണല്ലേ. അപ്പോൾ ഒരുപാട് കെമിക്കൽ റിയാക്ഷനുകളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നൊരു ചാപ്റ്ററാണിത്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ചുറ്റും ഭൗതിക മാറ്റം അഥവാ ഫിസിക്കൽ ചേഞ്ചും ഉണ്ട്, അതേപോലെ രാസമാറ്റം അഥവാ കെമിക്കൽ ചേഞ്ച് നമുക്ക് കാണാൻ കഴിയും അല്ലേ. ഇപ്പോൾ ഭൗതിക മാറ്റം അഥവാ ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഐസ് വാട്ടർ ആവുന്നു, വാട്ടർ ഐസ് ആവുന്നു, അതൊക്കെ ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ്. അതേപോലെ തന്നെ നമ്മൾ വാട്ടറിനെ ചൂടാക്കാം, പിന്നീട് തണുപ്പിക്കാം, വീണ്ടും അഗെയിൻ ചൂടാക്കാം. അതായത് അതൊരു എന്താണ് താൽക്കാലികമായിട്ടുള്ള ചേഞ്ചാണ്. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായിട്ടുള്ള ചേഞ്ചാണ് അല്ലേ. അതായത് ഒരു ടെമ്പററി ആയിട്ടുള്ള, അതായത് റിവേഴ്സിബിൾ ആണ്, നമുക്ക് തിരിച്ച് പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എന്നാൽ കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്രൂട്ട്സ് ഒക്കെ കേട് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് പഴയ രൂപത്തിലാക്കി മാറ്റാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മുടെ അയൺ ബാർസ്, അതായത് നമ്മുടെ ഇരുമ്പ് അഴികളൊക്കെ നമുക്കറിയാം തുരുമ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ തുരുമ്പിനെ വീണ്ടും ഇരുമ്പാക്കി മാറ്റാനുള്ളൊരു കഴിവ് നമുക്കില്ല. അതായത് അത് ഇറിവേഴ്സിബിൾ ആണ്, പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് കെമിക്കൽ ചേഞ്ചിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും. ഈ ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് ചേഞ്ചസുകൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ ചേഞ്ചസുകൾ വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് കാണാൻ കഴിയുക, അതായത് കളറിൽ ചേഞ്ച് വരുന്നുണ്ടോ, മണത്തിൽ ചേഞ്ച് വരുന്നുണ്ടോ, അതേപോലെ വേറെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്മളൊരു സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, അഥവാ ഷുഗർ എടുത്തിട്ടുണ്ട്. ഈ ഷുഗറിനെ നമുക്കറിയാം വൈറ്റ് വെള്ള കളറിലുള്ള ഷുഗർ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അതിൻ്റെ കളറൊക്കെ മാറി ബ്രൗൺ ആയിട്ട് മാറുന്നുണ്ട് അല്ലേ. ഷുഗറിൽ നമുക്കറിയാം ഓൾറെഡി കാർബണും ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഷുഗർ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ മൂന്ന് പേരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൂടാക്കിയാൽ തന്നെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അവിടെ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അല്ലേ, ആ ഒരു ചേഞ്ച് നടക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും, ചൂടാക്കുന്ന സമയത്ത് അവിടെ ആ ഒരു കളർ ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് സോഡിയം കാർബണേറ്റിനെ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുന്നു. അതിലേക്ക് കുറച്ച് ഹൈഡ്രോക്ലോറിക്, അതെ വളരെ നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കവിടെ ഭയങ്കരമായിട്ടുള്ള ബബിൾസ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതിനർത്ഥം കുമിളകൾ വരുന്നതായിട്ട് കാണാൻ പറ്റും. അതിനർത്ഥം എന്താണ്, ബബിൾസ് ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് അവിടെ ഏതോ ഒരു ഗ്യാസ് പുറത്തോട്ടേക്ക് പോകുന്നു എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് പുറത്തോട്ടേക്ക് പോകുന്നതാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താ, നമ്മൾ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഗ്യാസ് പുറത്തോട്ടേക്ക് അല്ലേ പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു 2-3 ml പൊട്ടാസ്യം അയോഡൈഡ് സൊല്യൂഷനിലേക്ക് എന്ത് ചെയ്യാണ്, ലെഡ് അസിറ്റേറ്റും, അതായത് ഇത് രണ്ടും കൂടി നമ്മളൊന്ന് ചേർത്ത് പരീക്ഷണം നടക്കുന്ന സമയത്ത് ലെഡ് അസിറ്റേറ്റും അതേപോലെ പൊട്ടാസ്യം അയോഡൈഡും കൂടി ചേർത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് അവിടെ ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് അവക്ഷിപ്തം ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി ചില കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലായി അല്ലേ. ഇനി നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ എന്താണ് അയൺ സൾഫൈഡ് എടുക്കുകയാണ്. അയൺ സൾഫൈഡിൻ്റെ കൂടെ 2-3 ml ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ആസിഡും കൂടി ഇട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഹീറ്റ് കൊടുക്കുകയാണ് അല്ലേ. നന്നായിട്ട് ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് അയൺ സൾഫൈഡ് എടുത്തു, അതിലേക്ക് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്തു, എന്നിട്ട് നമ്മൾ നന്നായിട്ട് ചൂട് കൊടുക്കുകയാണ്. ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് അവിടെ ഭയങ്കരമായിട്ടുള്ള ബാഡ് സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. അതിനർത്ഥം അവിടെ ഒരു റോട്ടഡ് എഗ്, അതായത് നമ്മൾ ചീഞ്ഞ മുട്ടയുടെ സ്മെല്ല് എന്താണോ അതുപോലെ നമുക്ക് പിന്നെ അവിടെ ആ സ്മെല്ല് കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അത്രയും മോശപ്പെട്ട സ്മെല്ല് ഫീൽ ചെയ്യാണ്. അപ്പോൾ അതിനർത്ഥം എന്താ, നമുക്ക് ചില രാസപ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് നമുക്കവിടെ മോശപ്പെട്ട ഒരു രൂക്ഷ ഗന്ധം അനുഭവപ്പെടുകയാണ് അല്ലേ.